ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺജക്ഷൻസിലെ നെക്സ്റ്റ് സെക്ഷനാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതായത് ഈഫ്, അൺലെസ്, വെദർ, ദാറ്റ് ഇവ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. കൺജക്ഷൻസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഈ സെക്ഷൻ. ഇവിടെ നമ്മൾ ഈഫും അൺലെസ്സും ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈഫ് പലപ്പോഴും പോസിറ്റീവ് സെൻറ്റൻസിലാണ്, പോസിറ്റീവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അൺലെസ് അതൊരു നെഗറ്റീവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈഫ് കണ്ടീഷൻ യൂസ് ഓഫ് നോട്ട് വിത്ത് ഈഫ്, അതായത് ഈഫിൻ്റെ കൂടെ നമുക്ക് നോട്ട് ചേർത്ത് വരാം. എന്നാൽ അൺലെസ്സിൻ്റെ കൂടെ നോ യൂസ് ഓഫ് നോട്ട്, കാരണം അൺലെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. അൺലെസ് ഈസ് ഈക്വൽ ടു ഈഫ് പ്ലസ് നോട്ട്. ഈഫ് പ്ലസ് നോട്ടാണ് അൺലെസ്സിന് പകരം വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നത്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇഫ് യു ഡോണ്ട് റീഡ് കെയർഫുള്ളി യു ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. ഇവിടെ ഇഫ് യു ഡോണ്ട് റീഡ് കെയർഫുള്ളി എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അൺലെസ് യു റീഡ് കെയർഫുള്ളി യു ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അൺലെസ്, അൻറ്റിൽ, ഈഫ് അത് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകും. അൺലെസ്സോ അൻറ്റിലോ ഈഫോ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. ഇഫ് യു വർക്ക് യു വിൽ സക്സീഡ്. അൺലെസ് യു വർക്ക് യു വിൽ നോട്ട് സക്സീഡ്. വെയിറ്റ് ഹിയർ അൻറ്റിൽ ഐ കം. ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എറർ പാർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് വില്ലൊക്കെ ചേർത്ത് വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇഫ് യു വിൽ വർക്ക് എന്ന് വരില്ല, അൺലെസ് യു വിൽ വർക്ക് വരില്ല, അതുപോലെ തന്നെ അൻറ്റിൽ വിൽ കം വരില്ല. അത് എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈഫ്, വെദർ, ദാറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈഫ് അത് ഒരു കണ്ടീഷനാണ്. അത് ചില സമയത്ത് ഡൗട്ടിലും അൺസർട്ടനായിട്ട് വേണമെങ്കിലും ഈഫ് ഉപയോഗിക്കാം. എന്നാൽ വെദറും ഡൗട്ടിലും അൺസർട്ടനിറ്റി ആയിട്ടും ഉപയോഗിക്കാം. എന്നാൽ ദാറ്റ് എപ്പോഴും അത് സെർട്ടനിറ്റിയെ കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. അതായത് ഈഫ് ഒരു കണ്ടീഷനായിട്ട് ഉപയോഗിക്കാം, ഡൗട്ട് അല്ലെങ്കിൽ ഡൗട്ടോ അൺസർട്ടനിറ്റി തീർച്ചയില്ലാത്ത കാര്യങ്ങളോ ആണെങ്കിൽ ഈഫ് ഉപയോഗിക്കാം. വെദറും ഡൗട്ടിലും അൺസർട്ടനിറ്റിയിലും ഉപയോഗിക്കാം. പക്ഷേ ദാറ്റ് തീർച്ചയുള്ള കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ഓർ വെദർ ഹി വിൽ കം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ അത് ഡൗട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈഫാണ് ഈ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത്. ഐ ഡോണ്ട് നോ ഇഫ് ഓർ വെദർ ഹി വിൽ നോട്ട് കം ഓർ നോട്ട്. ഓർ നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെദറാണ് ഉപയോഗിക്കേണ്ടത്. ഐ നോ ദാറ്റ് ഹി വിൽ നോട്ട് കം. ഇവിടെ ഈ സെൻറ്റൻസിൽ തീർച്ചയായും കാണിക്കുന്നതുകൊണ്ട് ദാറ്റ് എന്ന കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ഫ്യൂ ഡൗട്ട്സ് ദാറ്റ് ഓർ വെദർ ഹി വിൽ കം. അടുത്തത് ഐ ഹാവ് എ ഫ്യൂ ഡൗട്ട്സ് ദാറ്റ് ഓർ വെദർ ഹി വിൽ കം. ഞാനിവിടെ ഫ്യൂവും വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്യൂ, ലിറ്റിൽ എന്നുള്ളത് നെഗ്ലിജിബിൾ ആണ്. അത് ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സംതിങ് ആണ്. അത് അതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ടാവും. ദ ഫ്യൂ ഓർ ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ദ റിമൈനിങ് ഓർ ലെഫ്റ്റ് ആണ്. അത് കൗണ്ടബിളിന് വരുമ്പോൾ ഫ്യൂവും എ ഫ്യൂ, ദ ഫ്യൂ ഉപയോഗിക്കുന്നു. അൺകൗണ്ടബിൾ സെൻറ്റൻസ് ആണെങ്കിൽ എ ലിറ്റിൽ, ദ ലിറ്റിൽ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് വരും 2 കൺജക്ഷൻസ് ഒരിക്കലും ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല. ഇത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല. സപ്പോസിങ് ഇഫ് ഹീ ഈസ് ലേറ്റ് ഐ വിൽ ഡു ദ വർക്ക്. ഇഫ് ഹി കംസ് ദെൻ ഐ വിൽ അറ്റൻഡ് ദ പാർട്ടി. ഇവിടെ ഇൻ കേസ്, സപ്പോസിങ്, ഇഫ് എന്നീ കൺജക്ഷനോടൊപ്പം രണ്ടാമത് ഒരു കൺജക്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ ഇവിടെ ഈഫ് ദെൻ എന്നീ വാക്കുകൾ ആവശ്യമില്ല. ഇനി എക്സാമ്പിൾ, ഇവിടെ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാം. ഇഫ് ഹി കംസ് ദെൻ ഐ വിൽ ഗോ. വെൻ ഹി കംസ് ദെൻ ഐ വിൽ ഗോ. ആസ് ഹി വാസ് ബിസി സോ he would not come. As you sow, so shall you reap. ഇവിടെ ഈ സെൻറ്റൻസിൽ 2 കൺജക്ഷൻസ് ആയിട്ടുള്ള ദെൻ എന്നുള്ളതും സോ എന്നുള്ളതും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആസ് യു സോ, സോ ഷാൽ യു സീപ്പ്, ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് സെൻറ്റൻസാണ്, അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. സിൻസ് ഹി വാസ് ബിസി ദെയർഫോർ ഹി കുഡ് നോട്ട് കം. ഇവിടെ ദെൻ സോ ദെയർഫോർ എന്നീ കൺജക്ഷൻ്റെ കൂടെ വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 10th ലെവൽ പ്രിലിമിനറി എക്സാം വരികയാണ്. നിങ്ങൾക്ക് ഇത് കൺജക്ഷൻ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകണം. താങ്ക് യു എവരിബഡി.